ഹലോ ഗൈസ്, എൻ്റെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടായിലുള്ള കോറൽ ഐലൻഡിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. കോറൽ ഐലൻഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ബൈക്ക് റെൻറ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഇത്തിരി പാടാണ് അവിടെ പാർക്കൊക്കെ ചെയ്യാൻ. കാരണം വേറെ ആരെങ്കിലും വന്ന് ഇടിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ വേണം മറ്റേ ബൈക്കിനകത്ത് റിപ്പയർ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണാനായിട്ട് കൊറിയ സ്ട്രീറ്റ് വ്യൂവിൻ്റെ അവിടെയാണ് ആദ്യം പോയത്. ഇതാണ് അവിടുത്തെ കാഴ്ച. നമ്മളെ പട്ടായിലെ ആ ഒരു കടൽ തീരമൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ല കിടില രീതിയിൽ കാണാം. അതിന് ഞാൻ ബൈക്കിന് താമസിച്ചിരുന്ന സെയിലർ ഹോട്ടൽ പട്ടായയിൽ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ നടന്നാണ് ഞാൻ ഈ കോറൽ ഐലൻഡിൽ ഇവിടെ എത്തിയത്. ഇത് ഏതാണ്ട് ഒരു 5 മിനിറ്റോളം എടുത്തോളം എൻ്റെ ഹോട്ടലിൽ നിന്ന് ഇതുവരെ എത്താൻ. നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ കോറൽ ഐലൻഡിലേക്ക് പോകാനുള്ള ആ ഒരു ബോട്ട് ജെട്ടിയുടെ ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഈ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ സ്കൂബ ഡൈവും അതിനൊക്കെ ചെയ്യാൻ പറ്റിയ ഓരോ പാക്കേജസ് ഇവിടെ അവൈലബിൾ ആണ്. സ്പീഡ് ബോട്ടൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു ഫെറിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ആ ടിക്കറ്റിൻ്റെ റേറ്റ്. ഇത് ഓരോ ടൈമിങ്ങും നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്, എത്ര മണിക്കൊക്കെ പോകുന്നൊക്കെ. ഇതിൽ പോകാനുള്ള ഫെറിക്കുള്ള ചാർജ് വന്നിട്ട് 30 തായ്ബാത്താണ്. ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പി 70 രൂപ മാത്രമേ ആവുന്നുള്ളൂ. നമ്മുടെ പട്ടായിൽ നിന്ന് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് നമ്മൾ ഫെറിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണുന്ന ബോട്ടിൽ തന്നെ നമുക്ക് കയറി പോകുന്നതാണ് ഫെറിയിൽ. അതിൻ്റെ ഫെറിയിൽ കയറുന്നതിന് തൊട്ട് സൈഡിൽ തന്നെ നല്ല ടൈമിംഗ് കാണും. ആ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ ഒരു പാസ് തരും. പാസ് തന്നിട്ട് നമ്മൾ രൂപയും കൊടുത്ത് നമുക്ക് ഫെറിലേക്ക് കയറാവുന്നതാണ്. ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കോറൽ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളെ ബോട്ടെത്തി നമ്മളങ്ങനെ ഈ ഫെറി കയറി നമ്മൾ അക്കരെ കോറൽ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ കറക്റ്റ് 9 മണിക്ക് തന്നെ നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ ഫെറിയിൽ ആൾക്കാരൊക്കെ ഫുള്ളായിരുന്നു. ഞാൻ ഫെറിയിൽ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിരുന്നു ഇരുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ കുറേ കപ്പിൾസും ഫാമിലിയും ഗ്രൂപ്പായിട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെടുത്ത ഫോട്ടോസൊക്കെ കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മൾ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ആ പട്ടായ സിറ്റി എന്നുള്ള എഴുതിയിരിക്കുന്ന ആ ഒരു ലോഗൊക്കെ കാണാൻ തന്നെ നല്ലൊരു കിടിലൻ ഫീലായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന ടൈമിൽ ഒരു മഴക്കോളുണ്ടായിരുന്നു. ഞാൻ മുമ്പെടുത്ത ആ ഒരു ട്രാവലിനൊന്നും മഴയില്ലായിരുന്നു. പക്ഷേ കോറൽ ഐലൻഡിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു മഴക്കോളുണ്ട്. നമ്മളങ്ങനെ പട്ടായയിൽ അവിടെ നിന്ന് ദൂരോട്ട് മാറിയാൽ നമ്മൾ കോറൽ ഐലൻഡിലേക്ക് എത്താറായപ്പോൾ തന്നെ നമുക്ക് അങ്ങ് ദൂരെ നിന്ന് കാണാം നമ്മുടെ പട്ടായ സിറ്റിയിൽ അവിടെ കംപ്ലീറ്റ് മഴ പെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അങ്ങനെ 3/4 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോറൽ ഐലൻഡിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറായിരിക്കുകയാണ്. എത്താറാകുമ്പം ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന ഒരു കാഴ്ച. ഇതിന് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് എത്തുന്നത്. അങ്ങനെ ബോട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ പിന്നെ ഫെറിയിൽ നിന്ന് നമ്മൾ ഇനി കോറൽ ഐലൻഡിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ പട്ടായ സിറ്റിയിൽ നിന്ന് കോറൽ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ വേലിയിറക്കവും പിന്നെ മഴയുമായിരുന്നു. ഇതൊക്കെ വേലിയിറക്കം കാരണമാണ് ഇത്രയും വെള്ളം ഇറങ്ങിക്കിടക്കുന്നത്. നമുക്കിനി അടുത്തുള്ള ബീച്ചിലേക്കാണ് നമുക്കിനി പോവേണ്ടത്. അതിന് എങ്ങനെയാണെന്നും ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് ബീച്ചിൽ പോകേണ്ടതെന്നൊക്കെ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഉള്ള കാഴ്ച എന്ന് വെച്ചാൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഫെറിയിലും അല്ലാതെ പ്രൈവറ്റ് ബോട്ടുകളിലൊക്കെ വരുന്ന കാഴ്ചകളൊക്കെയാണ്. ഈ കാണുന്ന ടുക്ടുക്കൊക്കെ പാക്കേജ് ബുക്ക് ചെയ്ത് വരുന്നവരാണ്. ഇവിടെ നമുക്ക് ബൈക്ക് റെൻറ്റിന് എടുക്കാം, പക്ഷേ അത് നഷ്ടമാണ്. ഈ കാണുന്ന റോഡ് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് പബ്ലിക്കിന് പോകാൻ പറ്റിയ ടുക്ടുക്ക് സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് ഏതാണ്ട് 30 തായ്ബാത്ത് മാത്രമേ ആവുന്നുള്ളൂ നമ്മുടെ ഈ കോറൽ ഐലൻഡ് ഇവിടെ നിന്ന് ബീച്ചിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ ബൈക്ക് റെൻറ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം 1000 തായ്ബാത്ത് കൊടുക്കുകയും പിന്നെ 500 തായ്ബാത്ത് റെൻറ്റിന് വേണ്ടി പോവുകയും ചെയ്യും. അപ്പം തന്നെ ഏതാണ്ട് 3500 രൂപയാവും. പക്ഷേ ആദ്യത്തെ 1000 തായ്ബാത്ത് നമ്മൾ വണ്ടി റിട്ടേൺ ചെയ്യുമ്പോൾ തിരിച്ച് തരുന്നതായിരിക്കും. പക്ഷേ ഇവിടെ കൂടുതൽ ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നവർക്ക് അത് ലാഭമായിരിക്കും. എനിക്ക് പക്ഷേ അത് നഷ്ടമായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോവുകയും തിരിച്ച് ഞാൻ ടുക്ടുക്കിൽ വരെയാണ് ചെയ്തത്. പക്ഷേ ഞാൻ നടന്നു പോകുന്ന സമയത്ത് തന്നെ നല്ല കിടിലം മഴ പെയ്തു.
അതിന് തൊട്ടടുത്തുള്ള കടയിൽ ആദ്യം കുറച്ച് നേരം നിന്ന് മഴ തോർന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ കോർ ലൈനിലേക്ക് പോയത്. നല്ലൊരു മഴയായിരുന്നു. മഴ നിൽക്കണത് കാണാത്തതുകൊണ്ട് പിന്നെ മഴയുടെ കൂടെ തന്നെ അങ്ങ് നടന്ന് ഞാൻ കോർ ലൈനിലേക്ക് എത്തി. അങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ആദ്യം തന്നെ ഒരു കിടിലൻ വൈബ് ഫീലാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. ബീച്ചിലേക്ക് പോകുന്ന ആ പടിക്കെട്ടിൻ്റെ 2 സൈഡ് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് നേരെ കാണുന്നത് നമ്മുടെ ബീച്ചാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡ് നമുക്ക് സൺബാത്തൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ ഞാൻ പോയ സമയത്ത് നല്ല മഴയായതുകൊണ്ട് നമുക്ക് കടലുള്ള ആക്ടിവിറ്റീസൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സ്കൂബ ഡൈവിങ്ങും പാരാഗ്ലൈഡും അതൊന്നും നമുക്കിവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബീച്ചൊന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നുള്ള മാത്രമേ ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയിൽ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോറൽ ഐലൻഡിൻ്റെ ആ ഒരു കാഴ്ചയുടെ ആ ഒരു ഭംഗിയൊക്കെ നമുക്കിവിടെ കണ്ട് ആസ്വദിച്ച് നമുക്ക് നിൽക്കാവുന്നതാണ്. പിന്നെ ഇത് സോളോ ട്രാവൽ ആയതുകൊണ്ട് ട്രൈപോഡ് അങ്ങ് ഇത്തിരി ദൂരെ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഞാൻ കടലിന് അങ്ങോട്ട് കുറച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ക്യാമറ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കുറച്ച് കാഴ്ചകൾ എടുക്കാൻ പറ്റുമോ നോക്കി. പക്ഷേ മഴ കാരണം വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നതുകൊണ്ട് നേരെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ആ നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഇവിടുത്തെ ആ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇവിടെ പാക്കേജസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാക്സിമം ഇവിടെ ഈ കോറൽ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കെ ഇവിടെ കുറച്ചൊരു സാൻഡ് കാസിലൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റി. ഇവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും എൻ്റെ സൈഡിലായിട്ട് വേറൊരു വ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് കയറിയപ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു പാറയൊക്കെയാണ്. ഈ പാറയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പട്ടായ സിറ്റിയുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങ് ദൂരെ നിന്ന് കാണാവുന്നതാണ്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് മേളിലേക്ക് കയറാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. ആ സമയത്ത് തന്നെ നമ്മുടെ കോറൽ ഐലൻഡിൽ കുറേ ടൂറിസ്റ്റുകൾ ആ സമയത്ത് എത്തിയിരുന്നു. ഈ സമയത്ത് ഈ പാക്കേജസും അതൊക്കെ അവർ ആക്റ്റീവായി. അങ്ങനെ മഴ തോർന്നുകൊണ്ട് അവർ പാക്കേജസും അതൊക്കെ വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഫോണിൽ ബാറ്ററി ലോ ആയതുകൊണ്ട് ഞാൻ പിന്നെ പാക്കേജസും അതിനൊന്നും വേണ്ടി എടുക്കാൻ വേണ്ടി നിന്നില്ല. ആ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാർ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം തായ്ലൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് മേളിലേക്ക് കയറാം. നമുക്ക് കോറൽ ഐലൻഡിൽ നമുക്ക് മേളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഇവിടെ ഈ സൈഡിൽ ഒരു ടുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണും. ഈ കാണുന്ന ബൈക്കുകളൊക്കെ താഴെ നിന്ന് റെൻറ്റിനെടുത്ത് വരുന്ന വണ്ടികളാണ്. നമുക്കപ്പോൾ ടുക്കിൽ കയറി പോകും. ഈ ടുക്കിൻ്റെ ചാർജ് വന്നിട്ട് 30 തായ് ബാത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനി കോറൽ ഐലൻഡിൻ്റെ മെയിൻ സ്ഥലത്ത് വരെ എത്താനായിട്ട് 30 തായ് ബാത്തേ ആവുള്ളൂ. അങ്ങനെ ടുക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ വഴി നേരെ ചെല്ലുന്നത് നമ്മുടെ ഫെറിയിലേക്കാണ്. ഈ കാണുന്ന റോഡ് നമ്മൾ നേരെ ചെന്നിട്ട് റൈറ്റ് തിരിയുമ്പോൾ തന്നെ നമുക്ക് ഫെറിയിലേക്ക് പോകേണ്ട ആ ഒരു പോയിന്റ് എത്തുന്നതായിരിക്കും. ഇതാണ് ആ ഫെറിയിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച. ഇവിടെ നിന്ന് നമുക്ക് പഴയതുപോലെ 30 തായ് ബാത്ത് കൊടുത്ത് നമുക്ക് ഫെറിയിൽ കയറി നമുക്ക് ഇനി പട്ടായ സിറ്റിയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫെറിയിലേക്ക് കയറാം. ഞാൻ തിരിച്ച് പോകുന്ന നേരത്തെ ഞാൻ ഫെറിയുടെ ടോപ്പ് ഡെക്കിൽ ഇരുന്നാണ് പോയത്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
വീണ്ടും 3/4 മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം നമ്മൾ പട്ടായ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായയിലുള്ള കോറൽ ഐലൻഡിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ പട്ടായയിൽ വരികയാണെങ്കിൽ കോറൽ ഐലൻഡും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ല ബഡ്ജറ്റ് രീതിയിൽ പോകാനുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഒരു 120 തായ് ബാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പട്ടായയിൽ നിന്ന് കോറൽ ഐലൻഡ് വരെ ഫെറി എന്നും പിന്നെ അവിടെ നിന്ന് ടുക് യൂസ് ചെയ്ത് നമുക്ക് ബീച്ചിലും പോകാനുള്ള കാഴ്ചകളൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സർവീസിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി 280 രൂപ മാത്രമേ ആവുന്നുള്ളൂ നമ്മുടെ പട്ടായയിൽ നിന്ന് കോറൽ ഐലൻഡിലേക്ക് പോയി വരാനുള്ള ഒരു ചിലവ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.